നമസ്കാരം. IFPHന്റെ 2140 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷമാകുന്ന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ജനസംഖ്യയുടെ പ്രാധാന്യം എന്താണ്, ഏതൊക്കെ തരത്തിലാണ് ജനസംഖ്യ കൂടിയാലും കുറഞ്ഞാലും സമൂഹത്തെ ബാധിക്കുന്നത്, അങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായ ചിന്താഗതികൾ, ചർച്ചകൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം ആരോഗ്യരംഗത്തെ സംബന്ധിച്ചോളം പൊതുജനാരോഗ്യവും ജനസംഖ്യാ വർധനവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ആബിദ സലാമിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ആബിദ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇന്നത്തെ ലോക ജനസംഖ്യാ ദിന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഡോക്ടർ ബിനു ഫ്രാൻസിസ് IAS സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കേരള വാട്ടർ അതോറിറ്റി ജോയിന്റ് സെക്രട്ടറിയും ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് അദ്ദേഹം. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. അടുത്തതായി ജനസംഖ്യാ വർധനവും പൊതുജനാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം ചെയ്യാനെത്തിയ അഡ്വക്കേറ്റും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ അഡ്വക്കേറ്റ് ഡോക്ടർ ബിനു തോട്ടത്തിൽ സാറിനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. അതുപോലെ കൃതജ്ഞത അറിയിക്കാൻ വേണ്ടി ഇന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ IFPHന്റെ സെക്രട്ടറിയായ ശ്രീ കിരൺ ചന്ദ് സാറിനെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പരിപാടിയുടെ മോഡറേറ്ററായ ഡോക്ടർ മനോജ് സാറിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരു പ്രത്യേക സ്വാഗതം, ആക്ച്വലി ഈ ഒരു സ്വാഗത പ്രസംഗം ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ഉപ്പ ശ്രീ PV അബ്ദുസലാം ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഹോസ്പിറ്റൽ ബെഡിൽ നിന്നും ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എൻ്റെ ഉപ്പയെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ IFPH ഭാരവാഹികൾക്കും ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും, അതുപോലെ എല്ലാ ഡോക്ടർമാരെയും, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെയും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഒരു സെഷൻ മോഡറേറ്റർ ഡോക്ടർ മനോജ് സാറിന് കൈമാറുന്നു. താങ്ക് യു. നന്ദി ഡോക്ടർ അബിദ. ഉദ്ഘാടനമാണ് ശ്രീ ബിനു ഫ്രാൻസിസ് IAS സാർ. ഡോക്ടറാണ്. അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ ആളാണ്. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. അന്ന് എനിക്ക് കോർപ്പറേഷന്റെ തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി ആയിരുന്നു സാർ. ബിനു ഫ്രാൻസിസ് സാർ, അങ്ങേക്ക് സ്വാഗതം. ഉദ്ഘാടന പ്രസംഗം. ഗുഡ് ഈവനിങ്. തുടങ്ങാമോ? തുടങ്ങാം സാർ, തുടങ്ങാം. ഓക്കെ. സോ ഗുഡ് ഈവനിങ് ആൾ. IFPH ഇത്തരത്തിലുള്ള പരിപാടി ഞാൻ എല്ലാ പരിപാടികളും ശ്രീ മനോജ് ചെയ്യാറുണ്ട്. വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. 2240ഓളം പരിപാടികൾ അല്ലെങ്കിൽ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര. ഒരു ഗവൺമെന്റ് സെക്ടറിലെ ഒരു പ്രൊഫഷണൽ ബോഡി ഇത്തരത്തിൽ വളരെ സ്കെയിൽ കുറവാണെങ്കിൽ, സ്കെയിൽ ചില കണ്ടാറ്റിൽ കുറവായിരിക്കും, ബട്ട് ഇത്രയും ദിവസങ്ങൾ ഈ പരിപാടി സജീവമായി നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ തന്നെ ഡോക്ടർ മനോജ് 4 പ്രാവശ്യം വിളിച്ചു, 5 പ്രാവശ്യം മെസ്സേജ് ഇട്ടു. ഇതൊരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും ഇതുപോലെ സമാനമായ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ധാരാളം എഫേർട്ട് ഇതിനകത്ത് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിൽ കാര്യമായ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കൂടാതെ കാലിക പ്രധാനമായ വിഷയങ്ങളാണ് പലപ്പോഴും ഈ സംഘടന ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലകളിൽ വളരെ സജീവമായിരിക്കുമ്പോഴും കാലിക പ്രധാനമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഡെയിലി നിങ്ങൾ ഓരോ റൊട്ടീൻ മാറ്റേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും ലോകത്തെന്ത് സംഭവിക്കുന്നു, അതില് ഒരു അക്കാഡമിക് വിദഗ്ധനുമായി നിങ്ങളുടെ മുമ്പിൽ ടോക്കിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങളുടെ ചിന്തകളെ മുൾത്തട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
ഇപ്പൊ നമുക്ക് ജൂലൈ 11 നമ്മുടെ ലോക ജനസംഖ്യാ ദിനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന മേഖല, ആരോഗ്യ മേഖല, അതിനെ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെ ഈ ആരോഗ്യ മേഖലയെ പിന്നെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ വിഷയം വളരെ വിശദമായി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് റിസോഴ്സ് പേഴ്സൺ എത്തിയിട്ടുണ്ട്. അപ്പോ ഇത് ഞാൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. നമ്മള് 85 ലക്ഷത്തോളം സ്പീഷീസ് ഈ ലോകത്തിലുണ്ട്. അതിൽ ഒരു സ്പീഷീസ് മാത്രമാണ്, അതിലൊരു ജീവജാലം മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ പറയുന്ന നമ്മളടങ്ങുന്ന ആ സ്പീഷീസിന് കുറച്ച് ബൗദ്ധികമായ ചില കഴിവുകൾ ഉള്ളത് കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ബാക്കി വരുന്ന എല്ലാ ജീവജാലങ്ങളെയും കീഴടക്കുകയും ഈ ഭൂമിയെയും ജീവജാലങ്ങളെ കീഴടക്കുകയും നമ്മൾ ഈ ലോകത്തിന്റെ ഈ ഭൂമിയുടെ തന്നെ രാജാക്കന്മാരാണ്. അങ്ങനെ നമ്മളിപ്പോ ഏകദേശം 8.2 ബില്യൺ വരുന്ന വലിയൊരു ആൾക്കൂട്ടമായി മാറി. ആ പറയുന്ന പിന്നെ സ്പീഷീസ് ആണ് ഇന്ന് ലോകം മുഴുവൻ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ബൗദ്ധികമായ ചില കഴിവുകൾ ഉള്ളത് കൊണ്ടും ഭാവനകൾ ഉള്ളത് കൊണ്ടും ഈ ലോകത്തെ ആകമാനം നമ്മളിങ്ങനെ നയിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയിലും ചില പ്രശ്നങ്ങൾ വരും. അത് കാര്യമായ രീതിയിൽ വർദ്ധിക്കുന്നു. ആ വർധനം എന്ന് പറയുന്നത് 2-3 തരത്തിലാവാം. ഒന്ന് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 44 നമ്മളെല്ലാം ഈ സമയങ്ങളിൽ മരിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഇന്ത്യയുടെ ആവറേജ് 75, നമുക്കാണെങ്കിൽ 74, നമുക്ക് എടുക്കുകയാണെങ്കിൽ 76, 77 ആ പറയുന്ന രീതിയിൽ നിൽക്കുക. അത് തീർച്ചയായും നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ മുന്നേറ്റങ്ങളും നമ്മളെ ന്യൂട്രീഷൻ ലെവലിൽ വന്നിട്ടുള്ള മുന്നേറ്റങ്ങളും തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാരണം ഓരോ മനുഷ്യനും അവന്റെ 74 78 വയസ്സിന് ഇടയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റി കൊടുത്തിട്ടാണ് പോകുന്നത്. അത് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നോ മറ്റു രീതിയിലോ പറയാം. അത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സെക്ടറിലും ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ആരോഗ്യ മേഖലയെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഇൻക്രീസ് വന്നപ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ നമുക്ക് നമ്മുടെ ശാസ്ത്ര മേഖല, പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ശാസ്ത്രം വളരെ വളർന്നിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ധാരാളം മാറിയിട്ടുണ്ട്. പക്ഷെ ആനുപാതികമാണോ ഇല്ലയോ ഈ പറയുന്ന ഒരു വിഷയം ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു കോൺടാക്സ്റ്റ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഇപ്പോൾ ഒന്നാമതായി മാറും. ഏകദേശം 1.47 ബില്യൺ എന്ന് പറയുന്ന ഒരു വലിയൊരു ലെവലിലേക്ക് പോകും. അത് ഒരു 2060 70 അത് ഒരു പീക്കിലേക്ക് എത്തിയതിനു ശേഷം അത് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത. കേരളം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ 4.9 നമ്മുടെ ഡിക്കേഡൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മളൊരു 2040 നമ്മുടെ പീക്കിലെത്തിയതിനു ശേഷം നമുക്ക് കുറയും. ലാസ്റ്റ് സെൻസ് പ്രകാരം 3.3 ആയിരുന്നു. ഇപ്പോൾ 3.51 CR ആണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയും കൂടുതലാണ്. അപ്പോ ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂടുമ്പോൾ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് അതിങ്ങനെ ഹെൽത്ത് സെക്ടറിനെ അഫക്ട് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ജിയറിട്രിക് എന്ന് പറയുന്ന മേഖല, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫ് കേരള ഒരു പോളിസി കൊണ്ടുവന്നു, ഒരു കമ്മീഷൻ വെച്ചു, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 20% അല്ലെങ്കിൽ 18.9% എന്ന് പറയുന്ന ഒരു കണക്കാണ്. ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഒരു 15%. ഈ 50-60 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് തീർച്ചയായും മാനസികമായും അല്ലെങ്കിൽ ആരോഗ്യപരമായ സപ്പോർട്ടും കൃത്യമായി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഹെൽത്ത് സെക്ടറിന് പ്രശ്നം വരുന്നുണ്ട്. കാരണം നമ്മൾ ഹെൽത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നോർമലി പ്രിവെന്റീവ് ആണ് നമ്മുടെ ആദ്യത്തെ ഒരു മെക്കാനിസം. അത് കഴിയുമ്പോഴാണ് ക്യൂറിൻ നമ്മൾ അത് റിസോൾവ് ചെയ്യുന്ന രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഒരു വിഷയം. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഏജ്ഡ് പോപ്പുലേഷനെ അല്ലെങ്കിൽ ജിയോറിട്രിക് കെയറിന് വേണ്ടി കൂടുതൽ നമ്മുടെ റിസോഴ്സിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സാധാരണ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസ് അത് ഏത് രീതിയിലുള്ള, അത് ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ റിസോഴ്സ് പീപ്പിൾ ആയിക്കോട്ടെ, അതിന് നമുക്ക് ഡൈവേർട്ട് ചെയ്യും. ഇതൊരു വലിയൊരു ചലഞ്ചാണ്. ദെൻ കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഐ മീൻ വാട്ടർ ബോൺ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന 2 ഡിസീസാണ്. അതിപ്പോ കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ ഡയബറ്റീസ് ആൾമോസ്റ്റ് 17-18% ആൾക്കാർ ഡയബറ്റീസിൽ പോകുന്നു. അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ സംബന്ധിച്ച്, കൂടാതെ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള സംബന്ധിച്ച്, കാർഡിയോവാസ്കുലർ, ഇതെല്ലാം ഓൺ ദ ഹയർ സൈഡാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. എഗെയിൻ ഏജിങ് പോപ്പുലേഷൻ നമ്മളെ വീണ്ടും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത്തരം ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ പോപ്പുലേഷന്റെ പ്രൊഡക്ടിവിറ്റി ആ പറയുന്ന ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു സംശയം. ഈ പോപ്പുലേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ അതിനനുസൃതമായി GDP-യിൽ വർധന വരുന്നുണ്ട്, അതിനനുസരിച്ച് എക്കണോമിയിൽ വർധന വരുന്നുണ്ട്. ആ എക്കണോമിയിൽ വരുന്ന വർധനവ് നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കൂടുതൽ റിസോഴ്സ് ആ പറയുന്ന മേഖലയിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ചില്ല. കേരളത്തിലും ഇന്ത്യയിലും ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. 2014 എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 370, 380 ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 827 മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 10-12 വർഷത്തിനകത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 120 ശതമാനത്തിന് വർദ്ധനോ. MBBS സീറ്റുകളുണ്ടെന്ന് നോക്കുക, 51,000 ആയിരുന്നു. ഇന്നിപ്പോ നോക്കെടുത്തു കഴിഞ്ഞാൽ 1,29,560 അടുപ്പിച്ചുണ്ട്. ഏകദേശം അഗൈൻ 112, 120, 115 ശതമാനത്തിന്റെ വർധന വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വർധനവ് തന്നെ എല്ലാം തന്നെ പലപ്പോഴും സൂചിപ്പിക്കുന്നത് അർബൻ കേന്ദ്രീകൃതമായ മേഖലകളിലേക്ക് കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലേഷൻ എണ്ണം വെച്ച് നോക്കി കഴിഞ്ഞാൽ എഗിൻ ഈ പറയുന്ന ഡിസ്പാരിറ്റി കാണാൻ കഴിയും. നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചിലപ്പോ 1000 പറയുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അത്യാവശ്യം നല്ല ഇതുണ്ട്. 800, 850 അടുപ്പിച്ചുണ്ട്. കേരള ആണെങ്കിൽ കുറച്ച് 500, 505 അടുപ്പിച്ചുണ്ട്. ഗോവ പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ 351 വന്നിട്ടുണ്ട്. എഗെയിൻ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും, കർണാടക, തമിഴ്നാട് ആൻഡ് ആന്ധ്ര ആൻഡ് കേരള, ദേ ആർ പെർഫോമിംഗ് വെരി വെൽ ഇൻ ടേംസ് ഓഫ് ദ ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെയും പോപ്പുലേഷന്റെയും ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഈ പറയുന്ന ആരോഗ്യ മേഖലയെ അതുപോലെ കാണുന്നില്ല. നമുക്കറിയാം, നിങ്ങൾക്കറിയാം സ്ട്രെസ് നിങ്ങളുടെ ഭാഗത്തില്ല. സാധാരണ ഒരു ഡോക്ടർ 20 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ രോഗിയെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ നിൽക്കുന്ന ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് മാക്സിമം 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ മെഡിക്കൽ കോളേജ് അവർ കണക്ക് പറയുന്നത് 200, 250 ഒരു ദിവസം ഒരു പേഷ്യന്റിനെ കാണുന്നു എന്നുള്ളതാണ്. സാധാരണ ഹോസ്പിറ്റലിൽ 60 മുതൽ 100 വരെ കാണുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ കിട്ടുന്നത് 2 മിനിറ്റോ 5 മിനിറ്റോ ആണ്. ഈ പറയുന്ന എഗൈൻ ഈ പോപ്പുലേഷന്റെ ഓവർ ക്രൗഡ്, പോപ്പുലേഷന്റെ വർധനവ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ ബോധ്യം ഈ പറഞ്ഞ സിസ്റ്റത്തിനെ മുഴുവൻ തകിടം മറിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ പോപ്പുലേഷന്റെ വർധനയിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞൊരു വലിയ ചലഞ്ചാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിസ്റ്റത്തിന്റെ ഫെയിലർ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫെയിലർ എന്ന് പറഞ്ഞ് നമുക്ക് ഈ പറയുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിയും. പോപ്പുലേഷന്റെ വർധന തീർച്ചയായും ആരോഗ്യ മേഖലയെ ബാധിക്കുന്നുണ്ട്. കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ മേഖല മാത്രമല്ല, ഇതൊരു വലിയൊരു ചലഞ്ചാണ് ഇനി കടന്നത്. ഇനി തുടർന്ന് നേരത്തെ പറഞ്ഞാൽ ജീറിയാട്രിക് ആ പറയുന്ന മേഖലയിലേക്ക് നമ്മുടെ മുഴുവൻ റിസോഴ്സിനെയും മാറ്റേണ്ട ഒരു വിഷയം വരും. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ സമയത്ത് 35% പേര് 60 മുകളിലവരായി മാറുന്നുണ്ട് 2040 കഴിയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള ചില ചലഞ്ചസുകളാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായും റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ പറയുന്ന ആംഗിളിൽ പോളിസികൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ കിട്ടുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില പിന്നെ ഡെലിവറബിൾസ് ഔട്ട്കമ്മുകൾ നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഗവൺമെന്റിലേക്ക് പ്രപ്പോസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിൽ ഈ ചർച്ചകളിൽ നിന്ന് വരുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങൾ നിങ്ങളെ പോലെയുള്ള ഓർഗനൈസേഷൻ ഗവൺമെന്റിൽ സമർപ്പിക്കണം. പുതിയ ആശയങ്ങൾ ഗവൺമെന്റ് അഫ്കോഴ്സ് തീർച്ചയായും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നയങ്ങളും പുതിയ നിയമങ്ങളും പുതിയ സംവിധാനങ്ങളും ഒരുക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഈ പറയുന്ന ഈ സബ്ജക്റ്റ് ഉള്ളത്. തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ പറയുന്ന പരിപാടി ടോക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ ഇനാഗുറേറ്റ് ആയിട്ട് അറിയിക്കുന്നു. താങ്ക് യു. വളരെ സാറ് വളരെ അനലിറ്റിക്കലായിട്ട് സംസാരിച്ചുള്ള വളരെ 10 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാറ് കവർ ചെയ്തു. റീസെന്റ് ആയിട്ട് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഒക്കെ രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരിക്കലും കാരണവശാലും ഒരു ഗവൺമെന്റുകൾക്കും താങ്ങാൻ പറ്റാത്ത ലോഡാണ് ആശുപത്രിയിൽ വരുന്നത്. സാറ് പറഞ്ഞ പോലെ അതിന്റെ റീഡിസ്ട്രിബ്യൂഷൻ, ആളുകളുടെ ഭാഗത്ത് ധാരണ ഉണ്ടാകണം, മറ്റു സിസ്റ്റങ്ങളെ ആശ്രയിക്കണം. ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ പിടിച്ചു ചെയ്യാൻ കഴിയുള്ളൂ. വളരെ സാർ അങ്ങയുടെ പ്രഭാഷണത്തിന് ശരിക്കും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ യേശുക്രിസ്തു പറഞ്ഞല്ല, കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. വളരെ നന്ദി സാർ പങ്കെടുത്തത്. എനിക്ക് തുടരാൻ കഴിയുമെങ്കിൽ തുടരുക. ഓക്കെ, താങ്ക് യു. ഈ മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. അഡ്വക്കേറ്റ് ഡോക്ടർ ബിനു ഫ്രാൻസിസ് ക്ഷണിക്കുന്നു. ബിനു സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേക മംഗളങ്ങൾ അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് GS, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ ബിനു ഫ്രാൻസിസ് IAS, സ്വാഗതം അറിയിച്ച ഡോക്ടർ ആബിദ മാം, കൃതജ്ഞത അറിയിച്ച് സംസാരിക്കാനായിട്ടായിരിക്കുന്ന ശ്രീ കിരൺ ചന്ദ് സാർ. ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഡോക്ടർ മനോജ് സാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. IFPHന്റെ പ്രതിദിന വെബിനാറിൽ 2140 ദിവസത്തെ ഈ പ്രോഗ്രാം
ഇന്നേ ദിവസം നമുക്ക് വിശദമായി അനലൈസ് ചെയ്യാനായി ജനസംഖ്യാ വർധനവും പൊതുജനാരോഗ്യവും. നമ്മൾ മനുഷ്യരായ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത് ആ മനുഷ്യൻ എന്നുള്ള വാക്കിനർത്ഥം മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ. പക്ഷേ എങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട ഒരു കാര്യം, എത്ര പേരാണ് മനനം ചെയ്ത് ജീവിക്കുന്നത്? എത്ര പേര് കാര്യമായി ചിന്തിക്കുന്നു? ഈ ലോകത്ത് നമ്മുടെ ഡോക്ടർ ബിനു ഫ്രാൻസിസ് സാറ് പറഞ്ഞു വെച്ചതുപോലെ മനുഷ്യനുൾപ്പെടെ കോടിക്കണക്കിന് ജീവജാലങ്ങള് ഈ ഭൂമുഖത്തുണ്ട്. പക്ഷേ എങ്കില് മനനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മനുഷ്യൻ മാത്രം ചിന്തിക്കുന്നില്ല. പക്ഷെ മറ്റു ജീവജാലങ്ങൾ നന്നായി അറിഞ്ഞു പെരുമാറുന്നു, അറിഞ്ഞു പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം അഗാധമായി ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ഒരാൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടെ സ്ഥാനം കൊടുത്തുകൊണ്ട്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൂടെ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലെ വിഷയത്തിലോട്ട് പോകുന്നു. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷേ എങ്കില് അതിമനോഹരമായി വൻ വൃക്ഷത്തിന്റെ ശാഖകള് വളരുന്നത് പോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ സമൂഹത്തിലെ ഒരു കണ്ണിയാണ് ഞാൻ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കണ്ണികളുണ്ട്. അതിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിച്ച് നമ്മൾ മുന്നേറണം. ജനസംഖ്യാ വർധനവും പൊതുജനാരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാജ്യത്തിന്റെ വികസനത്തെയും സാമ്പത്തിക പുരോഗതിയെയും സാമൂഹിക ക്ഷേമത്തെയും നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജനസംഖ്യ. അതേസമയം ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ ആരോഗ്യനിലയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളുടെ സമാഹാരമാണ് പൊതുജനാരോഗ്യം. ജനസംഖ്യയും പൊതുജനാരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. ആരോഗ്യമുള്ള ജനതയുള്ള ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നല്ല ആരോഗ്യവും അറിവും ഉള്ള ജനതയുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന്റെ വികസനം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വളർച്ചാ നിരക്ക്, ആരോഗ്യസ്ഥിതി എന്നിവ ഒരു രാജ്യത്തിന്റെ വികസനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. നമ്മൾ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ജനസംഖ്യാ വർധനവെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്പിരിറ്റിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്റെ സ്പേസ് ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്നതിന് പകരം 10 പേര് എൻജോയ് ചെയ്യുന്നു, അപ്പൊ എനിക്കുള്ള സ്പേസ് കുറഞ്ഞു വരുന്നു. ഒരു സെൻസിൽ ചിന്തിച്ചാൽ അങ്ങനെ പോകും. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, കോറിലേഷനോടുകൂടി കോപ്പറേറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ മനസ്സുള്ള ഒരു ജനസമൂഹമാണെങ്കിൽ ഒറ്റത്തടി കൊണ്ടല്ല, ഒത്തിരിയേറെ തടികൾ കൊണ്ട് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന പോളിസിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ വലിപ്പം മാത്രമല്ല, പ്രായഘടന, ലിംഗാനുപാതം, ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ, ജീവിത നിലവാരം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ജനസംഖ്യാ പഠനത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാത്തിനെയും ആശ്രയിച്ചാണ് ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ ഏത് തരത്തിലോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. ആവശ്യമായ വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിലും സാമൂഹിക സുരക്ഷയും ഒക്കെ ലഭ്യമാണെങ്കിൽ വലിയ ജനസംഖ്യ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയെയും സാമ്പത്തിക വളർച്ചയെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ആ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണവും ജനസംഖ്യാ വർധനവ് കൊണ്ട് സംഭവിക്കാൻ താമസമില്ല. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും, പാർപ്പിട പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, ഭക്ഷ്യക്ഷാമം തുടങ്ങിയ
നിരവധി വെല്ലുവിളികൾ ഈ ജനസംഖ്യാ വർധനവുകൾ കൊണ്ടുണ്ടാകും. പക്ഷേ കാര്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പൊതുജനാരോഗ്യം എന്നത് വ്യക്തികളുടെ ചികിത്സയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി സർക്കാർ, ആരോഗ്യ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ ചേർന്ന് നടത്തുന്ന സംഘടിതമായ പ്രവർത്തനങ്ങളെയാണ് പൊതുജനാരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലും ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പൊതുജനാരോഗ്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ഒന്ന്, രോഗങ്ങൾ തടയുക. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അതിനെ തടയുക. അതുപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക, ശുദ്ധജലവും ശുചിത്വവും ഉറപ്പാക്കുക, പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുക, എന്ത് കിട്ടിയാലും കഴിക്കുക എന്നുള്ള പോളിസിയിൽ നിന്ന് മാറി പോഷകാഹാരം തന്നെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ആൾക്കാരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാതൃശിശു ആരോഗ്യ സംരക്ഷണം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് നൽകുക, നല്ലൊരു ബോധ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുക, ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക. ഈ തുടങ്ങിയ പൊതുജനാരോഗ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അതിനാൽ തന്നെ പൊതുജനാരോഗ്യം എന്നത് ആശുപത്രികളും ചികിത്സയും മാത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, ആരോഗ്യകരമായ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സാമൂഹിക ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടോടുകൂടിയും മുന്നോട്ട് പോകേണ്ടതാണ്. ജനസംഖ്യയും പൊതുജനാരോഗ്യവും പരസ്പരം സ്വാധീനിക്കുന്ന രണ്ട് മേഖലകളാണ്. ആരോഗ്യമുള്ള ജനതയാണ് രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ മരണനിരക്ക് കുറയ്ക്കും. ശാരീരികമായി അധ്വാനിക്കാനും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നല്ല ആരോഗ്യ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കും. ജനസംഖ്യാ വർധനയിലൂടെ ആരോഗ്യ സേവനങ്ങളോടും ആവശ്യം ഒത്തിരി വർദ്ധിച്ചു വരുന്നു. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ആവശ്യകതയും കൂടുന്നു. കൂടുതൽ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഡോക്ടർമാർ, നഴ്സുമാർ, മരുന്നുകൾ, പരിശോധനാ സൗകര്യങ്ങൾ എന്നിവ ആവശ്യമായി വരികയും ചെയ്യും. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരോഗ്യരംഗം വലിയ സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് തന്നെ ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് പരിശ്രമിക്കണം. നല്ല പൊതുജനാരോഗ്യ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ശിശുമരണ നിരക്ക് കുറവാണ്. കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് വളരെ സെൻസിറ്റീവായിട്ട് ഡോക്ടേഴ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മരണനിരക്ക് വളരെ കുറവാണ്. ആയുസിന്റെ ദൈർഘ്യം കൂടുതലാണ്. കാരണം ഒത്തിരി സംരക്ഷിക്കുന്ന ആൾക്കാര് കേരളത്തിനകത്ത് തന്നെയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ആരോഗ്യനില തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ലഭ്യമാകാത്തതിനാല് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെയധികം കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഓരോ വ്യക്തികളുടെ മുന്നിൽ എത്തേണ്ടതായിട്ടുണ്ട്. ജനസംഖ്യാ വർധനവ് ആരോഗ്യരംഗത്ത് നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും. ഒന്നാമതായി ആശുപത്രികളിലെ തിരക്ക് വർദ്ധിക്കുന്നു. ഡോക്ടർമാരുടെ ലഭ്യത കുറവും ചികിത്സ വൈകുന്നതിന് കാരണമാകുന്നുണ്ട്.
രണ്ടാമതായി, ആരോഗ്യ ബഡ്ജറ്റിന്മേൽ വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകുന്നു. സർക്കാർ കൂടുതൽ ആശുപത്രികൾ നിർമ്മിക്കാനും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കാനും നിർബന്ധിതമാകുന്നു. ഒരു സാമ്പത്തിക ബാധ്യത കൂടുതലായിട്ട് വരുന്നു. അതിനോടൊപ്പം തന്നെ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ അതിവേഗം വ്യാപിക്കുന്നു. ഡെങ്കിപ്പനി, മലേറിയ, ക്ഷയം, കോവിഡ്, ഇങ്ങനെ ഇതുപോലുള്ള രോഗങ്ങൾ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ വേഗത്തിൽ പടരുന്നു. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ശുദ്ധജലത്തിന്റെയും ശുചിത്വ സംവിധാനങ്ങളുടെയും ലഭ്യത കുറയുന്നു. കോളറ, ടൈഫോയിഡ്, വയറിളക്കം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നു. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുന്നു, വിദ്യാഭ്യാസം ഒത്തിരി വർദ്ധിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേസ്റ്റ് അടുത്തവന്റെ പറമ്പത്ത് പോകട്ടെ, ഞാൻ ഇരിക്കുന്ന സ്ഥലം മാത്രം സന്തോഷമായിട്ടും അതുപോലെ നല്ല കണ്ടാമിനേഷൻ ഫ്രീ ആയിരിക്കട്ടെ, ചവറുകളെല്ലാം അപ്പുറത്ത് പറന്നു പോകട്ടെ എന്ന് കരുതുന്ന ജനസമൂഹം വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അത്തരത്തിൽ കൂടുന്നുണ്ട്. എത്ര തന്നെ ഗവൺമെന്റ് സ്കീമുകളും അതുപോലെ ആഫ്റ്റർ എഫക്ട്സുകളെ കുറിച്ച് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഏറ്റവും വലിയ പരാജയം തന്നെയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും മനസ്സിൽ നിന്ന് ഈ മാറ്റം തുടങ്ങണം. പ്രകൃതിയെ സംരക്ഷിക്കാനും ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല നാളത്തെ തലമുറയെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് ചിന്തിക്കാൻ ഓരോ വ്യക്തികളും തയ്യാറാകണം. അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആരോഗ്യ പ്രോത്സാഹനം നൽകണം. ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നല്ല അവബോധം നൽകി ആരോഗ്യകരമായ ജീവിതശൈലി വികസിപ്പിച്ചെടുക്കാനും സമീകൃത ആഹാരം, വ്യായാമം, അതുപോലെ പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള മയക്കുമരുന്നിൽ വിശ്വസിക്കാതെ സ്വന്തം മനസ്സിന്റെയും ശരീരത്തിന്റെയും ഭംഗിയും ആരോഗ്യവും ആസ്വദിച്ച് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. കാരണം എന്തുകൊണ്ടാണ് പലരും മറ്റുള്ള മയക്കുമരുന്നിലോട്ടൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമില്ല. സ്വന്തമായി വിശ്വസിക്കാത്തത് കൊണ്ട് എനിക്ക് കുറെ കൂടെ എനർജി വേണം എന്ന് പറഞ്ഞ് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. നല്ല മനസ്സുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഉറച്ചു ചിന്തിക്കാനായിട്ട് സാധിക്കും. ആ ഊർജ്ജസ്വലമായ ചിന്തയിൽ നിന്നുകൊണ്ട് വളരെ ആരോഗ്യകരമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. പ്രതിരോധ കുത്തിവയ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തില് ഏതൊക്കെ മഹാമാരികൾ വന്ന് അണയാൻ സാധ്യതയുണ്ടോ അതിനനുസരിച്ച് ഡോക്ടേഴ്സ് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ കോഷ്യസ് ആയിട്ട് വന്നെത്തുന്നതിന് മുന്നേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യരംഗം വളരെയധികം സജീവമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം പരിസ്ഥിതി ആരോഗ്യം, ശുദ്ധവായു, ശുദ്ധജലം, മാലിന്യ സംസ്കരണം, മലിനീകരണ നിയന്ത്രണം എന്നിവ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇൻഡസ്ട്രികളിലും ഫാക്ടറികളിലും ഇനി ഹൗസ് ഹോൾഡ് വേസ്റ്റ് തന്നെ ഡംപ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടാമിനേഷൻ, വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ ഒത്തിരി പ്രോപ്പറായിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രി, കമ്പനി, ഫാക്ടറി ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റിനെ തന്നെ ഭാവിയെ ബാധിക്കുന്നൊരു പ്രധാന വിഷയമായിട്ട് തന്നെ മാറുന്നു. അതുപോലെ മാതൃശിശു ആരോഗ്യം, ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സുരക്ഷിത പ്രസവം, മുലയൂട്ടൽ, ശിശു പ്രതിരോധ കുത്തിവയ്പ് എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പോഷകാഹാരം, മാനസികാരോഗ്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഈ ഓരോന്നിനെയും ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ നമ്മൾ
തോറ്റുപോകേണ്ട സാധ്യത കൂടുതലാണ്. ഇനി പൊതുജനാരോഗ്യത്തിന്റെ പ്രസക്തി എന്നത് ഇന്നത്തെ ലോകത്ത് പൊതുജനാരോഗ്യത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. കാരണം പലതരത്തിലുള്ള മഹാമാരികൾ, ഇപ്പൊ COVID-19 മഹാമാരി പോലെ ലോകത്തെ വിറപ്പിച്ച പ്രശ്നങ്ങൾ, അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ച അതിശക്തമായ പാഠമുണ്ട്. പൊതുജനാരോഗ്യം സംവിധാനം ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിനും സുരക്ഷിതമായി നിലനിൽക്കാനോ മുന്നോട്ട് കുതിക്കാനോ സാധിക്കില്ല. അത്രയും വളരെ എനർജറ്റിക് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് ഈ ആരോഗ്യ സംവിധാനങ്ങൾ, ഡോക്ടേഴ്സ് വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യം രോഗങ്ങളെ ചികിത്സിക്കുന്നതിൽ മാത്രമല്ല, രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടെ സൃഷ്ടിക്കാനും അത് ശ്രദ്ധിക്കാനും സാധിക്കണം. ആരോഗ്യവാനായ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നു. ആരോഗ്യമുള്ള യുവജനങ്ങൾ കൂടുതൽ ഉൽപാദനക്ഷമരാകുന്നു. ആരോഗ്യമുള്ള തൊഴിലാളികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ആരോഗ്യമുള്ള പ്രായമായവർ സമൂഹത്തിന് അനുഭവ സമ്പത്ത് നൽകുന്നു. ഈ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, അത് മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യത്തോടു കൂടിയും ജീവിക്കുകയാണെങ്കിൽ വളരെ ഊർജ്ജസ്വലമായി നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്തിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വളർച്ചയെ അതിമനോഹരമായി സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ദേശീയ ആരോഗ്യ ദൗത്യം, സർവ സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി, മാതൃശിശു ആരോഗ്യ പദ്ധതികൾ, ശുചിത്വ മിഷനുകൾ, പോഷകാഹാര പദ്ധതികൾ എന്നിവ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുവാനായി വലിയ തോതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. കേരളം പൊതുജനാരോഗ്യ രംഗത്ത് രാജ്യത്തിന് മാതൃകയാണ്. ഉയർന്ന സാക്ഷരതയും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ സജീവമായ ഇടപെടലും ശക്തമായ പ്രതിരോധ കുത്തിവയ്പ് സംവിധാനങ്ങളിലൂടെ ആരോഗ്യ ബോധ്യം ജനങ്ങളിലോട്ട് എത്തുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ജനസംഖ്യാ വർധനവിന് പ്രധാനമായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ജനന നിരക്ക് അമിതമായി വർദ്ധിച്ചു വരുന്നു. നമ്മള് ഈ പറയുന്നത് പോലെ ഇവിടെ കേരളത്തിൽ അങ്ങനെ അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞു ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും അപ്പുറം മുന്നിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ മരണനിരക്ക് കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒത്തിരി മെഡിക്കൽ ഫീൽഡിൽ തന്നെ അത്രത്തോളം ശക്തമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ജീവൻ നിലനിർത്താനായിട്ട് ഒത്തിരിയേറെ സാധ്യത കൂടുതലാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി, ഏർലി മാരേജ്, നേരത്തെയുള്ള വിവാഹം, പല നമ്മള് ലീഗലി മാരിറ്റൽ ഏജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ബിഫോർ അറ്റൈനിങ് ലീഗൽ വാലിഡ് മാരിറ്റൽ ഏജിന് മുന്നേ ശൈശവ വിവാഹം നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നടക്കുന്നത് കൊണ്ടും, അതുമല്ല നല്ല പക്വതയും പ്രായവും എത്തുന്നതിന് മുന്നേ വിവാഹം കഴിക്കുന്നത് കൊണ്ടും ഇത്തരത്തിൽ ജനസംഖ്യയുടെ വർധനവ് കൂടുതലായിട്ടുണ്ട്. സാധാരണഗതിയിൽ നല്ല പ്രായവും അതുപോലെ ജീവിക്കാൻ, സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് സൗഹൃദമായി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ രാജ്യത്തിനും സമൂഹത്തിനും ഉതകുന്ന തരത്തിൽ ജീവിക്കാനുള്ള പ്രാപ്തിയായാൽ കുഴപ്പമില്ല. അതുപോലെ കുടുംബാസൂത്രണത്തിനെ കുറിച്ചുള്ള ശരിയായ അവബോധമില്ലായ്മ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ഒത്തിരി പഠിച്ചു എന്നുള്ളതല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള വിദ്യാഭ്യാസം ഓരോ വ്യക്തികൾക്കും വരണം. അതിനു പുറമെ ദാരിദ്ര്യം, കടുത്തമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം ഇന്നും ഈ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. സാമൂഹികവും സാംസ്കാരികവുമായ വിശ്വാസങ്ങളുടെ പുറകിൽ ജനസംഖ്യാ വർധനവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ അതുപോലെ കുടിയേറ്റം, ഒത്തിരി പേര് അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് കുടിയേറി പാർക്കുന്ന സമയത്ത് അതും ഒരു പ്രധാന കാരണമാണ്. ഈ കാരണങ്ങളാണ് ജനസംഖ്യാ വർധനവിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജനസംഖ്യാ വർധനവിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുണ്ട്.
ദാരിദ്ര്യത്തിന്റെ വർധനവ്, ഒത്തിരി സ്റ്റാർവേഷൻ, പോവർട്ടി ഉണ്ട്. അതിനനുസരിച്ച് അവർക്ക് ശരിക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഇനി അതുപോലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ജനസംഖ്യ കൂടുന്നതനുസരിച്ച്, കാരണം പണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുടുംബത്തിൽ 15 പേരുണ്ടെങ്കിൽ കൃഷിയെ സ്വാധീനിച്ച്, കൃഷിയെ ആശ്രയിച്ചും ജീവിക്കുന്നവർ, വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോ ആൾക്കാരുടെ നേച്ചറൊക്കെ അങ്ങ് മാറി. എല്ലാവരും പഠിക്കുന്നു, നന്നായിട്ട് വിദ്യാഭ്യാസം നേടുന്നു. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബാണ്. സാധാരണ നമ്മുടെ മുന്നിൽ ഭക്ഷണം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 77% ഓഫ് പീപ്പിൾ, മോർ ദാൻ 70% പീപ്പിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ. പക്ഷേ ആ കാർഷികം ഇന്ന് ഇവിടെ പോയി. മിക്കവാറും നമ്മൾ സാധാരണ അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് റൈസും പ്ലാസ്റ്റിക് വീറ്റും ഒക്കെ കഴിക്കേണ്ട കാലം വന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കേണ്ട, ഡൈജസ്റ്റ് ചെയ്യില്ലല്ലോ, ആ ഘട്ടത്തിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അധ്വാനിക്കാനായിട്ട് ജനങ്ങൾക്ക് മനസ്സില്ല. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ സമ്മർദ്ദം. ഒത്തിരി പേര് പണ്ടാണെങ്കിൽ ജനങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സൗഹൃദത്തോടു കൂടി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ സംസാരശേഷി കുറഞ്ഞു. അതിന് പകരം ഇലക്ട്രോണിക് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് മെന്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷനും കൂടെ കുറഞ്ഞു വരുന്നു. അത് ഒരു പ്രധാനമായ സാമൂഹ്യ പ്രത്യാഘാതമാണ്. പാർപ്പിട സൗകര്യങ്ങളുടെ കുറവ്. കാരണം ഗ്രാമപ്രദേശത്ത് പോലും ആൾക്കാർ ഇപ്പൊ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയില് വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഇപ്പോ വീണ്ടും ആൾക്കാർക്ക് സ്ഥലം കിട്ടാതെ ഫ്ളാറ്റുകളും ഉപേക്ഷിച്ച് വില്ലകൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. സോ അത് ശ്രദ്ധിക്കാതെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരാളുണ്ടെങ്കിൽ 4 വീട് വേണമെന്നുള്ള കണക്കിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ മാക്സിമം നമ്മൾ ഈ തമിഴ്നാട് ഒക്കെ പരിശോധിക്കുമ്പോഴത്തേനും കുറെ കൂടെ സെൻസിറ്റീവ് ആണ്. ആൾക്കാർ താമസിക്കുന്ന ഏരിയയിൽ ഒരുമിച്ച് താമസിക്കുന്നു, പക്ഷേ കൃഷി ചെയ്യുന്ന ഏരിയ അതിനു വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം അതിന് മാക്സിമം വീട് വെച്ചും അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതും വളരെയധികം കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാമൂഹിക അസമത്വം, സിറ്റിയിലും ഗ്രാമപ്രദേശവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്പാരിറ്റി വരുന്നുണ്ട്. സോ അതും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അതുപോലെ ജനസംഖ്യാ വർധനവിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഭവങ്ങളുടെ സമ്മർദ്ദം, ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വിഭവങ്ങളുടെ ദൗർലഭ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അവൈലബിലിറ്റി കുറയുന്നു, സ്കേഴ്സിറ്റി വരുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക അസന്തുലനാവസ്ഥയും തൊഴിലില്ലായ്മയും. പണ്ട് ജോലി ചെയ്യാനായിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, പക്ഷെ ഇപ്പോ ജോലി ചെയ്യാൻ അവസരങ്ങൾ ഇല്ല. എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, വിദ്യാഭ്യാസത്തിൽ മുന്നേറുന്നത് കൊണ്ട് തന്നെ, വൈറ്റ് കോളർ ജോബ് എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ ജോലി ചെയ്യാനായിട്ട് എല്ലാവർക്കും മെജോറിറ്റി പേരും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എക്സസൈസ് ചെയ്യാനും ജിമ്മിൽ പോകാനും ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അധ്വാനിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ശേഷി കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ സർക്കാരിന്റെ ചെലവും വർദ്ധിച്ചു വരുന്നു. സാമ്പത്തികമായിട്ട് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് സർക്കാരിന്റെ എക്സ്പെൻസും കൂടി വരും. പിന്നെ ഭക്ഷ്യ സുരക്ഷാ ഭീഷണി ഒത്തിരി നേരിടുന്നുണ്ട്. അതുപോലെ വിലക്കയറ്റം, ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഓരോ ഗുഡ്സിന്റെയും വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതൊരു പ്രധാന ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ജനസംഖ്യാ വർധനവ് റിയലി പരിസ്ഥിതിയിൽ കുറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് വനനശീകരണം. നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായി പോകണമെങ്കിൽ, നല്ല ഓക്സിജൻ കിട്ടണമെങ്കിൽ, ഈ ഓക്സിജന്റെ അളവ് ലഭ്യമാകണമെങ്കിൽ സസ്യജാലങ്ങൾ വേണം. അതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിനും എയർ പ്യൂരിഫിക്കേഷൻ നടത്തുന്നതും ഫോറസ്റ്റിലാണ്. നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേന് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി
സ്വാർത്ഥതയോടുകൂടി ജീവിക്കാനായിട്ട് സൗകര്യം ലഭിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് വനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ വനനശീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ, ജനസംഖ്യ വർധനവ് കാരണം പ്രകൃതിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഭൂമിയെ നമ്മൾ തന്നെ നമ്മുടെ തലമുറയ്ക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പലരും ദുരുപയോഗം ചെയ്യുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ജലക്ഷാമം, ശുദ്ധമായ വെള്ളം ലഭ്യമാകാത്തൊരവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വായുമലിനീകരണം, ഒത്തിരി മാലിന്യ പ്രശ്നങ്ങളിലൂടെ കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം, ജൈവ വൈവിധ്യങ്ങളുടെ ദൗർലഭ്യം, ഇങ്ങനെ തുടങ്ങി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജനസംഖ്യാ വർധനവ് കൊണ്ട് ഒത്തിരിയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഈ പ്രത്യാഘാതങ്ങളെ നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും? ഏതൊക്കെ വഴികളിലൂടെ ഈ പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? ജനസംഖ്യ വർധനവുണ്ടായാൽ പോലും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എങ്ങനെ സാധിക്കും? ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബാസൂത്രണ സേവനങ്ങൾ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ പ്രകൃതിയെ സ്നേഹിക്കാനും എല്ലാ ജീവജാലങ്ങളോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് നല്ല മനനം ചെയ്യുന്ന വ്യക്തികളായി മുന്നേറാനായിട്ട്, ഒരു പ്രാപ്തി ഉണ്ടാകാനായിട്ട് നമ്മൾ ഈ സമൂഹത്തെ തന്നെ ഉദ്ബോധനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കടന്നിരിക്കുന്നു. അതുപോലെ വിവാഹപ്രായം നിയമാനുസൃതം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നല്ല പക്വതയും നല്ല വിവരവും ലഭ്യമായതിനു ശേഷം മാത്രമേ ആ ഒരു വിവാഹത്തിലോട്ട് പോലും പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. പ്രായമായി എന്ന് കരുതി മക്കള് കല്യാണം കഴിച്ചാലെങ്കിൽ നന്നാകുമെന്ന് കരുതി അങ്ങനെ കല്യാണം കഴിച്ചു വിടും. അപ്പോഴേക്കും തകരുന്നത് രണ്ട് കുടുംബമാണ്. ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം മാതാപിതാക്കളുടെ ടെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാണ്. അതല്ല, അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ തോന്നണം. കുഞ്ഞുങ്ങള് ഈ ലോകത്ത് ജനിക്കുന്നത് ആദ്യം മനസ്സിൽ ജനിക്കണം, പിന്നെ ഉദരത്തിൽ ജനിക്കണം, പിന്നെ വീട്ടിൽ ജനിക്കണം, വീട്ടിൽ വളരണം. പക്ഷെ അതല്ലാത്ത ഈ സമൂഹത്തിൽ ശ്രദ്ധിക്കാത്ത തരത്തിലാണ് കുട്ടികൾ വളർന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ വഴിതെറ്റി സഞ്ചരിക്കുന്ന വ്യക്തികൾ. ആ ഒരു ബോധ്യത്തില് മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയുണ്ട്. മാതാപിതാക്കൾക്ക് നല്ലൊരു അറിവ് ഈ തരത്തിൽ കൊടുക്കേണ്ടിയുണ്ട്. അതുപോലെ പരിസ്ഥിതി നന്നായിട്ട് സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. വിവിധ ബോധവൽക്കരണ പ്രോഗ്രാംസ് വളരെ പ്രാക്ടിക്കലി സെൻസിറ്റീവായിട്ട് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ അത് നൽകണം. അത് ഞാൻ ഇപ്പോ ഇദ്ദേഹം മനോജ് സാറ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന അത്രയും പേര് കേട്ടാൽ അത്രയും ആയിരക്കണക്കിന് ആൾക്കാർ ഇവരിൽ നിന്ന് ഊർജം പകർന്ന് വളരെ പോസിറ്റീവ് എനർജിയിൽ എത്താനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പൊതുജനാരോഗ്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ആൾസോ മെന്റൽ ഹെൽത്ത്. സൗണ്ട് മൈൻഡ് ഹാസ് സൗണ്ട് ബോഡി. നല്ല മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശാരീരിക ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. കാരണം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ്, ഈവൻ ദോ അഡ്വക്കേറ്റ് സൈക്കോളജി ഫീൽഡിലാകട്ടെ വരുന്നവരൊക്കെ 99% ആൾക്കാരും വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത്, ഇന്നൊരു സുഖമില്ല, വയ്യ, മടുത്തു. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഓറ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വാർത്ഥ ചിന്തയിൽ നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു നാരോ മൈൻഡഡ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നല്ല ഊർജ്ജസ്വലമായ ഒരു മനസ്സ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യണം. പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് പോസിറ്റീവ് ഹെൽത്ത് ഉണ്ടാകത്തുള്ളൂ. നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ.
അയ്യോ വയ്യ വയ്യ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ പോലും തകർന്നു പോകും. അതാ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി പൊതുജനാരോഗ്യത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗ പ്രതിരോധം, ആരോഗ്യ പ്രോത്സാഹനം, ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക. ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനായിട്ട് പോഷകാഹാരവും ശുചിത്വവും വ്യായാമവും. നമ്മള് ഫ്രിഡ്ജ് ബേബീസ് ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അതുപോലെ മുതിർന്നവരും പ്രായമായവരും ഫ്രിഡ്ജ് ബേബീസ് ആയിട്ടാണ് വളരാനും പരിശ്രമിക്കുന്നത്. ഒന്നും ചെയ്യാനായിട്ട് വയ്യ, എടുത്തങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് ഇരുത്തണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വേണം. ആ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് ബോഡിക്ക് എക്സസൈസ് ഇല്ല, എപ്പോഴും വെഹിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അത്രത്തോളം എനർജറ്റിക് ആയിട്ട് മാറിയാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ മാതൃശിശു ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും ആരോഗ്യ സേവനം ഉറപ്പ് കൽപ്പിക്കാനായിട്ട് സാധിക്കണം. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നല്ലൊരു അവബോധം എല്ലാവർക്കും സൃഷ്ടിക്കുകയും അതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവർക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ സമത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. അതായത് സമ്പന്നരാണെന്നോ ദരിദ്രരാണെന്നോ അങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സാധ്യത ഈ ലോകത്ത് നമുക്ക് അവൈലബിലിറ്റി കൊടുക്കേണ്ടിയുണ്ട്. അതുപോലെ ജനസംഖ്യാ വർധനവ് മൂലം പ്രധാന ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നത് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. അടിസ്ഥാന സൗകര്യക്കുറവ്, എണ്ണം കൂടുന്നതനുസരിച്ച് അടിസ്ഥാന സൗകര്യം കുറഞ്ഞു വരുന്നു. അത് ഒരു പ്രധാന വെല്ലുവിളിയാണ്. അതുപോലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണം ജനസംഖ്യാ വർധനവിനനുസരിച്ച് കൂടുന്നില്ല. പകർച്ചവ്യാധികളുടെ വ്യാപനം കുറയണം. ഡെങ്കി, മലേറിയ ഡോക്ടേഴ്സിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം കാരണം അത് കൃത്യമായി മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മാതൃശിശു ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. പോഷകാഹാരം സമൃദ്ധമായി എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ശുദ്ധജലവും ശുചിത്വവും ഓരോ വ്യക്തികളും കൃത്യമായി ശ്രദ്ധിച്ചേ മതിയാകൂ. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് അമിതമായി വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാനായിട്ട് നല്ല അവബോധം ലഭിക്കേണ്ടതുണ്ട്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ കൂടി വരുന്നു. അത് ഈ പറയുന്ന ജനസംഖ്യാ വർധനവ് കൊണ്ടുണ്ടാകുന്നതാണ്. എന്നാൽ ഓരോ വ്യക്തികളും അവരവർക്ക് കഴിയുന്ന തരത്തിൽ സ്കിൽ യൂട്ടിലൈസ് ചെയ്ത് പ്രവർത്തിക്കാനും അധ്വാനിക്കാനുമുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം തടയാനായിട്ട് സാധിക്കണം. നഗര ആരോഗ്യ സമത്വം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി ശാരീരിക ആരോഗ്യത്തിനെ പോലെ തന്നെ മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടിയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായി പതിവായി വ്യായാമം ചെയ്യുക. അതുപോലെ ദിവസവും 7-8 മണിക്കൂറെങ്കിലും കൃത്യമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടിയുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളുമായി നന്നായിട്ട് സംസാരിക്കാൻ പരിശ്രമിക്കണം. അതായത് നമ്മൾ പിക്കിൾ ബോട്ടിലിൽ പിക്കിൾ ഇട്ട് വെച്ച് കുറെ ദിവസം അടച്ചു വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? ഫംഗസ് പിടിക്കും. പക്ഷെ ഡെയിലി നമ്മളത് എടുത്തുപയോഗിക്കുകയാണെങ്കിൽ ഫംഗസിന് അവിടെ സാധ്യതയില്ല. ഇതുപോലെയാണ് പലരും വീട്ടിൽ 4 റൂമുണ്ട്, 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് പകരം മൊബൈൽ മെസ്സേജുകളാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അനങ്ങാൻ വയ്യ, രണ്ടാമത് വാ തുറന്ന് സംസാരിക്കാനായിട്ട് വയ്യ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതും മൊബൈൽ വിളിച്ച് സംസാരിച്ചെങ്കിൽ പിന്നെയും കൊള്ളാമായിരുന്നു. എല്ലാം ടെക്സ്റ്റ് മെസ്സേജുകളാണ്. സാർ ഒരു 5 മിനിറ്റിനകത്ത് നിർത്താം, ഇപ്പൊ കഴിയും. ഓക്കെ, സോ സമയം ഒത്തിരി ആകുന്നു അല്ലെ? സോ അപ്പോഴേക്കും ആ ഒരു വിഷയം. രണ്ടാമത്, നമ്മുടെ പുതിയ തലമുറകൾക്ക് ചെവി കൊടുക്കാനായിട്ട് ആരുമില്ല. വീട്ടില് കുടുംബങ്ങളിലെ കുട്ടികൾക്ക്, കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുമ്പോ ഇമ്പമുള്ളതാണ്. പക്ഷേ ഇപ്പോ കൂടുമ്പോ കമ്പവും കമ്പക്കെട്ടും ആയിക്കൊണ്ടിരിക്കുന്നു.
കാരണം മൊബൈൽ ഫോണിന്റെ പൊട്ടിത്തെറികളാണ്. വല്ലാത്ത ബാലൻസ് തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മൾ വളരെയധികം കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കണം. ഈ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് പരസ്പരം സൗഹൃദമായി സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിക്കിൾ ബോട്ടിലിനകത്ത് ഫംഗസ് പിടിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു വച്ചേക്കുന്ന മനസ്സും വായും തുറക്കപ്പെടും. അതിനനുസരിച്ച് നല്ല ഇന്ററാക്ഷൻ ഉണ്ടാകും. മനസ്സിനകത്ത് നിൽക്കുന്ന നെഗറ്റീവ് എനർജി ഷെയർ ചെയ്യപ്പെടും. അത് പോസിറ്റീവ് വൈബിലോട്ട് മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മനസ്സിന് ആശ്വാസമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം മനസ്സിന്റെ ഊർജവും ശരീരത്തിന്റെ ഊർജവും എനിക്കിത് മതി, എനിക്ക് എന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഇത് മതി എന്ന ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം ഓരോരുത്തർക്ക് വേണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡ്രഗ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ധ്യാനം, യോഗ ഇങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ മെച്ചപ്പെടാനായിട്ട് സാധിക്കും ആരോഗ്യം. പിന്നെ ഡിജിറ്റൽ വേൾഡില് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസിനെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് എയർ എടുക്കുന്നു, ദെൻ ഓക്സിജൻ എടുക്കുന്നു. എല്ലാ ഓക്സിജനും ഒരാൾ തന്നെ വിഴുങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മുന്നിലുള്ള ഓരോ സാഹചര്യങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കുക. മനുഷ്യൻ മറ്റൊന്നിനും അടിമയായി പോകാതിരിക്കുക. എങ്കിൽ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഈ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും ആ വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് പൊതുജനാരോഗ്യവും ശ്രദ്ധിച്ചു പോകാനായിട്ട് സാധിക്കും. ശ്രദ്ധയും കരുതലുമുള്ള ഓരോ വ്യക്തിക്കും ഈ സമൂഹത്തിന് നല്ല സംഭാവനകൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ഓരോരുത്തർക്കും അതിനനുസരിച്ച് പോസിറ്റീവ് വൈബോടുകൂടി, പോസിറ്റീവ് എനർജിയോടുകൂടി സമൂഹത്തിലെ വളരെ യൂസ്ഫുൾ മെമ്പറായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ അവസരം ഓർമ്മപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഒരു 5 minutes കൂടെ എടുക്കാമോ സാർ? യെസ്, ഓക്കെ സാർ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ മാനസിക ആരോഗ്യം വർദ്ധിക്കാനായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവര് ശ്രദ്ധിക്കുക. നമ്മൾ സ്വയം ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് കൂടെ ഉള്ളവരെ കൂടെ ഈ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുവരേണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം വർദ്ധിക്കണമെങ്കിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അയ്യോ എന്ന് നിലവിളിച്ച് തകർന്നു പോകാതെ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാനായിട്ട് സാധിക്കണം. ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാനായിട്ട് സാധിച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജിയും ഈ കൂടെ നിൽക്കുന്ന ഈ സമൂഹത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നല്ല മാനസിക ആരോഗ്യം വേണം. നല്ല മനസ്സിനുറപ്പുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ കാര്യമായി യുക്തിപരമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും നിയന്ത്രിക്കണമെങ്കിൽ അവിടെയും നമുക്ക് മാനസികാരോഗ്യം വേണം. നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇനി സമ്മർദ്ദങ്ങളെ, വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു ചേരാം, നമുക്ക് പ്രതികൂലമായി വരാം. പക്ഷെ ആ സമ്മർദ്ദങ്ങളെയൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല മാനസികാരോഗ്യം വേണം. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ജീവിച്ചു എങ്കിൽ മാത്രമേ ഇത് കോറിലേറ്റഡ് ആണ്. മനസ്സിന് നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ, ശരീരത്തിനും നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കൂ. അതർവൈസ് നമുക്ക് ഈ പറയുന്ന ബന്ധങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത് ഓരോരുത്തരും നന്നായിട്ട് ശ്രദ്ധിക്കണം. മനുഷ്യൻ സമൂഹത്തിലെ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളെയും കരുതിക്കൊണ്ട് അവർക്കും കൂടെ അവസരം നൽകിക്കൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാകണം. സമൂഹത്തില്
നമ്മുടെ റോള് കൃത്യമായിട്ട് തിരിച്ചറിയണം. അതുപോലെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനായിട്ട് സാധിക്കണമെങ്കിൽ പോലും മാനസികാരോഗ്യം വേണം. മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാനമായിട്ട് സാമൂഹികമായ കുറെ കാരണങ്ങളുണ്ട്. ജനസംഖ്യ വർധന ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ സാമൂഹിക കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, തൊഴിലില്ലായ്മ ഉണ്ടാകുന്നുണ്ട്, ദാരിദ്ര്യം വർദ്ധിക്കുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൂടി വരുന്നു. കാരണം അതിനനുസരിച്ച് പ്രശ്നങ്ങൾ, ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രശ്നങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടുവരുന്നു. വിവാഹമോചനം കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോ പണ്ടത്താണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സംസാരിച്ച് തീരുമാനിച്ച് മുന്നോട്ട് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോ സൊല്യൂഷനിലോട്ടല്ല പോകുന്നത്, സ്ട്രൈറ്റ് അവേ ഗോ ടു ഫാമിലി കോർട്ട് ആൻഡ് ഡിവോഴ്സ്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. കാരണം എല്ലാവരുടെയും എല്ലാമെന്ന് പറയുന്നില്ല, മെജോറിറ്റി പേരുടെയും മൈൻഡ് ഭയങ്കര ടെമ്പർ കൂടി നിൽക്കുകയാണ്, വളരെയധികം പ്രഷർ കൂടി നിൽക്കുകയാണ്. മാനേജ് ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയുണ്ട്. അതുപോലെ ഏകാന്തത, വാർദ്ധക്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളും പിന്നെ ആരോഗ്യപരമായ മറ്റു കാരണങ്ങളും ഒക്കെ ഈ പറയുന്ന പോപ്പുലേഷൻ ജനസംഖ്യ വർധനവ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ജനസംഖ്യ വർധനയോടൊപ്പം തന്നെ നമുക്ക് അതിനെ കരുതി സെൻസിറ്റീവായിട്ട് ആരോഗ്യം ശ്രദ്ധിച്ചു പോകാമെങ്കിൽ സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി ചിന്തിക്കാനും നല്ല രീതിയിൽ നമ്മൾ കണ്ണും ചെവിയും തുറന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യുക, ഈ സമൂഹത്തെ ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ അവസരം ഓർമ്മപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച ഡോക്ടർ മനോജ് സാറിന് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ പണ്ടാല നാരായണ സാറിനെയും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാർ, ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ പറയട്ടെ, പക്ഷേ പറയുന്ന സമയത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ സാർ അത് ശ്രദ്ധേയമായ ഒരു വാക്ക് പറഞ്ഞത് ആരോഗ്യ സമത്വം, അത് വളരെ പ്രധാനമാണ്. ഇനിയുള്ള കാലം വിലയിരുത്തേണ്ടത്. അതുപോലെ ജനസംഖ്യാ വർധന ഏതൊക്കെ തരത്തിലാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. സമൂഹം ശ്രദ്ധിക്കേണ്ട കാലം കഴിഞ്ഞു. വളരെയധികം ലാബ്സ് അക്കാര്യത്തിൽ പല ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം തന്നെ നമുക്ക് പരിമിതമായ റിസോഴ്സേ ഉള്ളൂ. വളരെ കുഴപ്പം ചെയ്യുന്നെന്ന് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങൾ സാമൂഹിക പരിഷ്കർത്താക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമുണ്ട്. മാത്രമല്ല പരിമിതമായ റിസോഴ്സ് കാരണം നെഗറ്റീവായിട്ട് എല്ലാ കാലവും ലോകം ഇപ്പോൾ തന്നെ യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴത്തെ പ്രശ്നം ഉണ്ടായി, വളരെ ടൈറ്റായി, റിസോഴ്സിന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വളരെ നന്ദി. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഔപചാരികമായിട്ട് നന്ദി പറയാനായിട്ട് IFPHന്റെ സെക്രട്ടറിയായ ശ്രീ കിരൺ ചന്ദ്രനെ ക്ഷണിക്കുന്നു. ശ്രീ കിരൺ ചന്ദ്രൻ, അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടാണേ കിരൺ. ഓക്കെ. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ആദ്യമായി സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത ഡോക്ടർ ആബിദ സലാം മാഡത്തിന് ഹൃദയമായ നന്ദി. പരിപാടി ഉദ്ഘാടനം ചെയ്ത് പൊതുജന ആരോഗ്യ നയങ്ങളും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങളും തമ്മിലുള്ള വിടവ്, ആ ഒരു ഗ്യാപ്പ് അനാലിസിസ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചിന്തോത്പകമായ രീതിയിൽ അവതരിപ്പിച്ച ഡോക്ടർ ബിനു ഫ്രാൻസിസ് IAS സാറിന് ഞങ്ങളുടെ ആദരവും ആത്മാർത്ഥമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. ജനസംഖ്യാ വർധനവും പൊതുജന ആരോഗ്യവും എന്ന വിഷയത്തിൽ വളരെ വിജ്ഞാനപ്രദവും പ്രചോദനകരവുമായ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അഡ്വക്കേറ്റ് ബിനു തോട്ടത്തിൽ സാറിന് ഹൃദയംഗമായ നന്ദി. അദ്ദേഹം എല്ലാ വിഷയങ്ങളെയും സമീപിക്കുകയും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി പൊതുജന ആരോഗ്യവും ജനസംഖ്യാ വർധനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിവ് പകർന്നു. അതിന് ആത്മാർത്ഥമായ നന്ദി. പിന്നെ IFPHന്റെ അഡ്വൈസറി അംഗങ്ങൾ, ട്രസ്റ്റ് അംഗങ്ങൾ, നമ്മുടെ IFPHന്റെ വെൽവിഷേഴ്സ്, ഈ പരിപാടിയിൽ ആശുപത്രിയിലായിരുന്നിട്ടും സമയം കണ്ടെത്തി നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന അബ്ദുൽ സലാം സാർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായ നന്ദി.
ഈ സദ്യത്തെ കൊണ്ടുവന്ന് നാരായണൻ പണ്ടാല സാറും ഉണ്ട്. സാറ് ഇവിടെ ഇല്ലെങ്കിലും സാറിനും ആത്മാർത്ഥമായി നന്ദി. തീർച്ചയായിട്ടും. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതാണ്, നമ്മുടെ പൊതുജനാരോഗ്യത്തിലെ കൂടുതൽ പ്രാധാന്യം ജനസംഖ്യയ്ക്കുണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്ത് സമൂഹവും ആരോഗ്യത്തിൽ ചിന്തിക്കട്ടെ. അതെ, ഒരു വാക്കും കൂടെ, ഞാൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു, നമ്മുടെ ഇദ്ദേഹത്തിന്റെ സാധനം എല്ലാവരും വായിച്ചതായിരിക്കും, യുവാൽ നോഹ ഹരാരിയുടെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതിന്റെ തുടക്കത്തിൽ ഒരു വാക്കുണ്ട്, ആനിമൽ ഓഫ് നോ സിഗ്നിഫിക്കൻസ് ആൻഡ് ആനിമൽ ഹു ബിക്കെയിം ഗോഡ്. അതാണ് മനുഷ്യൻ. ഡോക്ടർ സാമുൽ ഹെൽമാൻ പറയുന്നത് ദ ലീസ്റ്റ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഇൻ ദ വേൾഡ് എന്നാണ്. മറ്റെല്ലാ ജീവികളും സ്വയം സംരക്ഷിക്കപ്പെടും, പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു 6-7 വയസ്സ് വരെയെങ്കിലും ആരെങ്കിലും നോക്കില്ല എന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പരിപാടി അവസാന സമയമാകുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാൻ ശുഭപ്രതീക്ഷയുടെ ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.